ഇത് കാണുന്ന എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അപർണ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഇടാൻ കാരണം ഇതിനു മുമ്പ് നമ്മൾ ഈ ചാനലിലിട്ട ഒരു വീഡിയോക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട വീഡിയോയിലും ഞാനിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ അറിയാം, പക്ഷേ നിന്നെ അറിയാത്ത ഒരുപാട് പേര് ഈ സ്ഥലങ്ങളൊക്കെ ഈ ചാനലിലൂടെ കാണും. അപ്പോൾ അവർക്ക് നീ ആരാണ്, നീ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ അവർക്ക് മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് നിൻ്റെ പേരെങ്കിലും പറയണ്ടേ, ബിക്കോസ് ചാനലിൻ്റെ പേര് അതല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വീഡിയോൻ്റെ മുമ്പായിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞേക്കാം. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് അജ്മലും കൂടിയാണ് ഇങ്ങനെ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ഓൾ ഇന്ത്യ മാത്രമല്ല, നമ്മൾ നേപ്പാൾ ഭൂട്ടാനിലും പോകുന്നുണ്ട്. ഒരു 6 മാസത്തെ ട്രിപ്പാണ്. ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങൾ ജോബൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക് എടുത്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗാഡി. ഇന്നോവ ക്രിസ്റ്റയിലാണ് പോകുന്നത്. കൂടെ 2 ഇലക്ട്രിക്കൽ സൈക്കിളും കൂടെ ഉണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ ഇന്ന് തൊട്ട് എടുത്തതിൽ കാണാം. പിന്നെ നമ്മൾ ഓൾറെഡി ഇട്ട പ്രിപ്പറേഷൻ വീഡിയോയിലും ഞാനത് കാണിച്ചിട്ടുണ്ട്. ഫോൾഡബിൾ സൈക്കിളാണ്. പിന്നെ ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത് 6 മാസത്തെ ട്രിപ്പാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. 8 UTIസും കാണുന്നുണ്ട്. കൂടാതെ നേപ്പാൾ ഭൂട്ടാനുമാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾക്ക് ഉള്ള ഈ ഒരു മെമ്മറബിൾ ഫോട്ടോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണുന്ന കാര്യം പിന്നീട് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു മെമ്മറി സ്റ്റോർ ചെയ്യാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോസും ഫോട്ടോസും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം ഈ ഒരു ട്രിപ്പിന് ഇറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഈ വീഡിയോയിലൂടെ ആ സ്ഥലങ്ങളൊക്കെ നമ്മളൊപ്പം കാണാമല്ലോ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്യാം. എല്ലാ അപ്ഡേറ്റ്സും എല്ലാ വീഡിയോസും ഇതിൽ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നതും പിന്നെ അതേപോലെ ഇടാനൊക്കെ ശ്രമിക്കുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പുതിയ കാര്യമാണ്. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഓരോ വീഡിയോയിൽ കാണുമ്പം ആ സ്ഥലത്തിനെ പറ്റിയിട്ട് പിന്നെ വീഡിയോനെ പറ്റിയിട്ടൊക്കെ തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരും വാട്ട് യു തിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് അറിയാൻ ആഗ്രഹിക്കുന്നതോ ഇപ്പം നമ്മളൊരു സ്ഥലം കാണുന്നുണ്ട്, ഞാനൊരു സ്ഥലം കാണുമ്പം എൻ്റെ ഒരു തോട്ട് വേറെ ആയിരിക്കും, ആ സ്ഥലം വേറൊരു ആൾ കാണുമ്പം അവരുടെ തോട്ട് വേറെ ആയിരിക്കണോ. അപ്പം അതറിയാനാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ഈ വീഡിയോയിൽ എങ്ങനെ പറയും, ഇതെങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഒരു ചമ്മൽ, ഈ പരിപാടിയൊക്കെ എനിക്കും ഉണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട് രഹനയാണ് എന്നോട് പറഞ്ഞത്, നീ ഓവർ ജാടിയൊന്നും ഇടണ്ട, നീ ഓവർ കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂവറെ പോലെ ഒന്നും പറയാൻ ശ്രമിക്കണ്ട, നീ എങ്ങനെയാണോ നമ്മളോടൊക്കെ പറയുന്നത് അതേപോലെ അങ്ങോട്ട് ക്യാമറയോട് പറഞ്ഞാൽ മതി, വേറെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കാരണം ഇത് ഫ്യൂച്ചറിൽ നിനക്ക് തന്നെ ഉള്ളൊരു മെമ്മറി ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചത് അത് ശരിയാണ്, നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും 2 ആൾ ട്രിപ്പ് പോകുന്നുണ്ട്. അജ്മൽ ഫുൾ ട്രിപ്പ് മോഡിലാണ്, സ്ഥലം കണ്ടു പോവാണ്. അപ്പോൾ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കണം, ആ വീഡിയോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന്. അപ്പം ഞാൻ എന്തായാലും കാണുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇതിൽ പിന്നെ പ്രത്യേക ഒരു രീതിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇതിൽ കാണുന്ന കുറച്ച് പേർക്ക് എന്നെ അറിയുന്നവരായിരിക്കും, കുറേ പേർക്ക് എന്നെ അറിയാത്തവരായിരിക്കും. അപ്പോൾ എന്നെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ആയിരിക്കില്ലേ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ജനറലി നോർമലി എന്നെ കാണുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ ഞാൻ ശരിക്കും കാണിക്കേണ്ടത് പിന്നെ എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ മതി, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനും കാരണം, ഇങ്ങനെ പറയാനും കാരണം. അയ്യോ ഞാൻ ഇപ്പോൾ വീണേനെ. അപ്പം ഇന്ന് തൊട്ട് മാക്സിമം നമ്മൾ കവർ ചെയ്യുന്ന വീഡിയോസും ഷോർട്സും റീൽസും ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അമർത്തുക. ഈ കാണുന്നതാണ് കുതിരാൻ ടണൽ. ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയാണ് കേട്ടോ. ഇത് 2 എണ്ണമാണുള്ളത്, ലെഫ്റ്റിലും റൈറ്റിലും ഈ എൻട്രി എക്സിറ്റ് ആയിട്ടുള്ളത്. അതിൽ ലെഫ്റ്റ് സൈഡിലത് 955 മീറ്റർ നീളവും റൈറ്റ് സൈഡിലുള്ളത് 944 മീറ്റർ നീളമുണ്ട്. ഇത് നമ്മുടെ കൊച്ചി തമിഴ്നാട് പോകുന്ന ഹൈവേ NH 544 പണിതേക്കുന്നത് കേട്ടോ. ട്രിപ്പ് ഓണായിട്ട്
ദേ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുതിരാൻ ടണൽ കഴിഞ്ഞു. കുതിരാൻ ടണലാണ് നമ്മുടെ ഈ ട്രിപ്പിലെ ഫസ്റ്റ് ടണല്. ഇനി ഒരുപാട് ടണൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ടണലായ കുതിരാൻ ടണൽ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്തു. അവിടെ ഏകദേശം ബോർഡർ എത്താറായി, പക്ഷെ ഹോട്ടലൊന്നുമില്ല. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ്, ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം. സർവീസോട് നേരെ പോകുന്നു. ആ സർവീസോട് കഴിയുന്ന അവിടെ കുടുംബശ്രീയുടെ സാധാ നാടനാണ് 20 രൂപയുള്ളൂ. പറഞ്ഞു തന്ന കടയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ചെറിയൊരു കടയാണ്, ബോർഡൊന്നുമില്ല, പുതിയൊരു ഷോപ്പാണ്, അതുകൊണ്ട് ബോർഡൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതുണ്ടല്ലോ കോവക്കയുടെ ഒരു ഉപ്പേരി എന്ന് പറയാം. ചേട്ടനെ തിരുത്തി തരുന്നുണ്ട് അപ്പുറത്ത്. പിന്നെ സാമ്പാർ, പിന്നെ ഫിഷ് ഉണ്ട്, ബീഫ് ഉണ്ട്, മുട്ട ഉണ്ട്. നമ്മൾ ഡാമിലെ ഫിഷ് വറുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അമ്മയുടെ പേരെന്താ? രുക്മിണി. ഓക്കെ, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച 11 മണിയാകുമ്പോഴേക്കും ഊണാവും. ഓക്കെ, ഒരു 3-3:30 വരെ ഉണ്ടാവും. ഓക്കെ. പിന്നെ മീനും ബീഫും ഇതാണ് ഇപ്പോൾ സ്പെഷ്യലായിട്ട്. നല്ല ടേസ്റ്റ്. സ്പെഷ്യലായിട്ട് ഇപ്പോൾ അതേ ഉള്ളൂ. പിന്നെ വേറെ താറാവ് അങ്ങനെയുള്ള തുടങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ടുള്ളൂ. പേരിട്ടോ നമ്മളെ കടക്ക്? രുചി. രുചി. ഓക്കെ ഓക്കെ. സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞേ? പുതുശ്ശേരി അല്ലേ? ചേച്ചിന്റെ പേരെന്ന് പറഞ്ഞേ? പുതുശ്ശേരി അല്ലേ? ഓക്കെ. ഫസ്റ്റ് ടോൾ പ്ലാസ കേരളം വിട്ടതിന് ശേഷമുള്ള പുതുക്കര ടോൾ പ്ലാസ. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട്സ്. അപ്പോൾ ട്രിപ്പ് ഓൺ. അങ്ങനെ നമ്മൾ ഡാം ഫിഷും ചോറൊക്കെ കഴിച്ച് വീണ്ടും യാത്ര ഇങ്ങനെ പോയി. കുറേ ദൂരം നമ്മുടെ തമിഴ്നാട് ഹൈവേയിലൂടെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതാണ് ചായക്കട. നല്ല ഓല കൊണ്ട് മെഴഞ്ഞൊരു ചായക്കട കേട്ടോ. നല്ല ചൂടാണ് പുറത്ത്, ഇതിൻ്റെ അകത്തും ചൂടൊക്കെ ഉണ്ട്, പക്ഷെ കാണാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു കേരള സ്റ്റൈൽ മാറിയിട്ട് ഉള്ള ഫസ്റ്റ് ചായ കുടിക്കാൻ കേരള ആയതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പം നേരെ സേലം കയറാണ്ട് നേരെ പോണ്ടിച്ചേരി കയറണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സമയം എടുക്കുന്നുണ്ട്. അപ്പം നോക്കാം നമുക്ക് പോണ്ടിച്ചേരി എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ സേലത്താണ് ഉള്ളത്. സേലത്തെത്തി, പക്ഷെ നമ്മൾ സേലം പാസ് ചെയ്ത് പോവാണ്. അത് നമ്മൾ ആദ്യം അവിടെ കയറുന്നില്ല. നമ്മൾ ഇപ്പോൾ നേരെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് പോണ്ടിച്ചേരിയാണ്. അപ്പോൾ പോണ്ടിച്ചേരിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇതാ സേലം ഹൈവേയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗാഡി ആനന്ദഭവൻ ഇഡ്ഡലി നല്ല സൂപ്പർ. അപ്പോൾ ഈ അടയാർ ആനന്ദഭവൻ നിൽക്കുന്നത് നമ്മുടെ സേലം പോണ്ടിച്ചേരി പോകുന്ന ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ്. ഇതൊരു വലിയ പാർക്കിംഗ് ഒക്കെ ഉള്ള സെറ്റപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ KFC ഉണ്ട്. അങ്ങനെ കുറേ ഫുഡ് കോർട്ട്സ് പോലത്തെ ഷോപ്സ് ഉണ്ട്. ഒരു സൈഡ് ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. പിന്നെ ടോയ്ലറ്റ്, നല്ല ടോയ്ലറ്റ്സ് ഉള്ള കോംപ്ലക്സ് ഉണ്ട്. ഇനിയിപ്പോൾ പോണ്ടിച്ചേരി എത്തണമെങ്കിൽ 3 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം എത്തും. അപ്പോൾ ഇന്ന് രാത്രി ഈ പാർക്കിങ്ങിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഏർലി മോർണിംഗ് ഇവിടെ നിന്ന് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. പറയാൻ പോലും വയ്യ, അത്രയും വിഷമം തളർന്നു പോയി. നടന്നിട്ട് സൈക്കിൾ ഓടിച്ചിട്ട്
വിസിറ്റ് ചെയ്തു. എന്തോ ഫംഗ്ഷൻ നടക്കണ്ടോന്ന് പള്ളിയിൽ.